ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രതിരോധ മേഖല നമ്മളുടെ സൈനിക ശക്തിയുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ മേഖല വളരെ അധികം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളിപ്പോഴും നമ്മളുടെ ആയുധങ്ങളുടെ നല്ലൊരു ശതമാനവും പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ടും അമേരിക്ക, റഷ്യയാണ് നമ്മുടെ ഏറ്റവും വലിയ ആംസ് സപ്ലയർ. പിന്നെ ഇസ്രായേൽ, ഫ്രാൻസ്, അമേരിക്ക, ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആയുധങ്ങളാണ് പ്രൊക്യൂർ ചെയ്യുന്നത്. അത് ഒരു റിയാലിറ്റിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. റഷ്യയിൽ നമ്മൾ പണ്ട് ഒരു സമയത്ത്, ഒരു പക്ഷേ യുക്രൈൻ വാറിന് മുമ്പ്, നമുക്ക് ഒരു 60% അല്ലെങ്കിൽ 60-നും 70-നും ഇടയ്ക്ക് ശതമാനം നമ്മൾ റഷ്യയിൽ നിന്നായിരുന്നു നമ്മുടെ ആയുധങ്ങളുടെ ശേഖരം മൊത്തം. പക്ഷേ യുക്രൈൻ വാറിന് ശേഷം നമുക്കറിയാം, രാജ്യം യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആംസ് എക്സ്പോർട്ടും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കത് കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലൊന്നും ആ രാജ്യത്തിന് ആംസ് അല്ലെങ്കിൽ വെപ്പൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാനും സപ്ലൈ ചെയ്യാനും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ S-400 ഒക്കെ ഇപ്പോഴും റഷ്യയിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഫർദറായിട്ടുള്ള, എന്താണ് പറയുന്നത്, മിസൈൽ സിസ്റ്റം ഒക്കെ നമുക്ക് ലഭിക്കാനുണ്ടാവും. മൊത്തം 5 ആയിരുന്നു, അതിനകത്ത് 3 കണ്ട ഒരു സപ്ലൈ ആയിട്ടുള്ളൂ. ഇനി 2 കൊണ്ട് ലഭിക്കാനുണ്ട്. പുട്ടിന് ഈ അടുത്ത സമയത്ത് നമ്മൾ 2026 അടുത്തൊരു ബാറ്ററിയും കൂടെ S-400 നമുക്ക് ഡെലിവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിലേ വന്നതിന് കാരണം റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രതിരോധ സംവിധാനം അല്ലെങ്കിൽ നമ്മളുടെ പ്രതിരോധവുമായി ബന്ധപ്പെട്ടൊരു യാഥാർത്ഥ്യം. ഇപ്പോഴും നമ്മൾ ലോകത്തിലെ ആംസ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 ഒക്കെ ആയിട്ട് തന്നെ നമ്മൾ മാറിയും പറഞ്ഞൊക്കെ തന്നെ നമ്മൾ ഓരോ വർഷവും ആ ലിസ്റ്റിനകത്ത് നമ്മൾ ഇടം പിടിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ റിക്വയർമെൻറ്റ് നല്ല ശതമാനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മളുടേതായിട്ടുള്ള തദ്ദേശീയമായിട്ട് നമുക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പല നമ്മുടെ ഡിഫൻസിന് വേണ്ട റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പിന്നെ HAL തേജസ് ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ നിർമ്മാണത്തിലാണ്. അതുപോലെ തന്നെ മറ്റ് പല പ്രധാനപ്പെട്ട ആംസ് വെപ്പൺ സിസ്റ്റം എല്ലാം തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നിർമ്മിക്കുന്നുണ്ട്. ഇന്ത്യ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് എന്നുള്ളൊരു സ്റ്റാറ്റസ് നിലനിർത്തുമ്പോൾ തന്നെ നമ്മൾ ആയുധം എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അർമീനിയ പോലുള്ള രാജ്യത്തിൻ്റെ നല്ലൊരു ശതമാനവും 80% മുകളിൽ ആംസ് സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകളുള്ള അത്യാധുനികമായിട്ടുള്ള ഏറ്റവും നമുക്ക് സൊഫിസ്റ്റിക്കേറ്റഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്ന ആയുധ സംവിധാനങ്ങൾ, വെപ്പൺ സിസ്റ്റം ഒക്കെ തന്നെ ഫിലിപ്പീൻസ് ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു. ഇന്തോനേഷ്യ അല്ലെങ്കിൽ വിയറ്റ്നാം ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അതിനകത്തിൽ ഏകദേശം ആ ഡീല് സൈൻ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്, പ്രത്യേകിച്ച് വിയറ്റ്നാം. അപ്പോൾ ഇത് കോൺട്രാഡിക്ഷനാണ്. നമുക്ക് പറയാം, ആംസ് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം ആംസ് എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രതിരോധ മേഖലയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് മാനുഫാക്ചറിങ്ങിൽ തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശീയ, എന്താ പറയുക, ഇൻഡിജിനസ് ആയിട്ടുള്ള നമ്മുടെ മാനുഫാക്ചറിങ്ങിൽ ഇന്ത്യ വളരെ, എന്താണ് പറയുന്നത്, ബഹുദൂരം നമ്മൾ മുമ്പോട്ട് പോയി എന്ന് തന്നെ പറയാം. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ ഒരു മേഖലയിൽ നല്ലൊരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ മറ്റൊരു ഇതിനോട് നമുക്ക് ബന്ധിപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, പല രാജ്യങ്ങളും ഇപ്പോൾ ഇന്ത്യയിലേക്ക് അവരുടെ ഡിഫൻസ് മാനുഫാക്ചറിങ് കൊളാബറേഷന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഒരു ഡിഫൻസ് മാനുഫാക്ചറിങ് ഹബ്ബായിട്ട് മാറുന്ന ഒരു സ്റ്റേജിലേക്കാണ്. റഷ്യ വരുന്നുണ്ട്, ഇസ്രായേൽ വരുന്നുണ്ട്, UAE വരുന്നുണ്ട്, ജർമ്മനി സബ്മറൈൻസ്, ജർമ്മനിയും ഇന്ത്യയും തമ്മിൽ സബ്മറൈൻസ് നിർമ്മിക്കാൻ ഫ്രാൻസിൻ്റെ ഉണ്ട്, അമേരിക്കയുടെ ഓപ്പറേഷൻസ് ഉണ്ട്. അങ്ങനെ പല രാജ്യങ്ങളും, അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും, ഇനിയും കൂടുതൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നൊക്കെ തന്നെ പല രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് ഡിഫൻസ് മേഖലയിൽ കൊളാബറേറ്റ് ചെയ്ത് അവരുടെ ടെക്നോളജിയും ഷെയർ ചെയ്ത് ഇവിടെ മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു ഹബ്ബായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ വളരെ റവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് ഇന്ത്യയിൽ ഈ ഒരു മേഖലയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ
അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ സ്കൈ ആകാശത്തെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്ത ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സിസ്റ്റമായിരുന്നു നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റമായിട്ടുള്ള പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ള S-400 പിന്നെ നമ്മുടെ തദ്ദേശീയമായിട്ട് ഒക്കെ തന്നെ നമ്മുടെ കൈവശമുള്ള ആകാശ് മിസൈൽ സിസ്റ്റം ഒക്കെ തന്നെ അത് പൂർണ്ണമായിട്ടും നമ്മൾ ഇൻഡക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തന്നെയും S-400 അല്ലെങ്കിൽ അതിൻ്റെ നല്ലൊരു പ്രധാനപ്പെട്ട പങ്ക് ഉണ്ടായിരുന്നു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ. കാരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും അവർ പിന്നെ വളരെ മാസീവായിട്ടുള്ള ഡ്രോൺ അറ്റാക്കും ഈ പറഞ്ഞ മിസൈൽ അറ്റാക്കും ഒക്കെ നടത്തിയിട്ടും അതിനെ ഫലപ്രദമായിട്ട് നമുക്ക് പ്രതിരോധിക്കാൻ നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിഞ്ഞു എന്നുള്ളത് അത് S-400 ഏറ്റവും ഒരു പിവോട്ടൽ റോള് അല്ലെങ്കിൽ നല്ലൊരു മുഖ്യ പങ്ക് വഹിച്ചു എന്നുള്ള കാര്യം ആണ് ശരി അല്ലെങ്കിൽ വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ലോകത്തെ ഇന്നത്തെ ബാറ്റിൽ ഫീൽഡിൽ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇനിയും മുമ്പോട്ടുള്ള യുദ്ധങ്ങളൊക്കെ തന്നെയും കൂടുതലും ഈ പറഞ്ഞ ഡ്രോണുകളുടെയും അല്ലെങ്കിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും മിസൈൽസ് റോക്കറ്റ്സ് ഇതൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ളതായിരിക്കും തീർച്ചയായിട്ടും നമ്മൾ. അപ്പോൾ അതിന് ശക്തമായിട്ടൊരു രാജ്യത്തിന് ഇപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പാകിസ്ഥാനും ഈ പറഞ്ഞ സമാന രീതിയിലായിരിക്കില്ല അവരുടെ ഈ മിലിറ്ററി തന്ത്രങ്ങളും അല്ലെങ്കിൽ വാർഫെയറും ഒക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവരും ടർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ തന്നെ മാസീവായിട്ടുള്ള ഈ പറഞ്ഞ ഡ്രോൺസിൻ്റെയും മിസൈലിൻ്റെയും ഒക്കെ തന്നെ പ്രൊക്യൂർമെൻ്റ് അല്ലെങ്കിൽ പർച്ചേസ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വളരെ മാസീവായിട്ടുള്ള ഡ്രോൺ അറ്റാക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള എയർബോൺ ത്രെട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായിട്ടും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതുപോലെ തന്നെ വളരെ എന്താണ് എഫിഷ്യൻ്റ് ആയിരിക്കണം. അത് സ്പ്രെഡും ചെയ്യണം. എന്നുവെച്ചാൽ രാജ്യത്തെ മൊത്തവും നമ്മളുടെ സ്കൈയെ മൊത്തവും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിവുള്ള എന്നുവെച്ചാൽ നമ്മുടെ അതിർത്തിയിൽ നിന്ന് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് ഇതുപോലുള്ള രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ നമ്മുടെ സ്കൈ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആ എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഒരു വലിയൊരു എന്താണ് പറയുന്നത് എക്സ്പാൻഡ് ആയിട്ടുള്ള അംബ്രല്ല നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. S-400 ഇപ്പോൾ നിലവിൽ നമുക്കുണ്ട്. S-500 റഷ്യയിൽ നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അത് ഇന്ത്യ മേടിക്കണോ വേണ്ട എന്നൊക്കെയുള്ളൊരു പിന്നെ എന്താണ് പറയുന്നത് തീരുമാനത്തിൽ ഇതുവരെ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള പ്രോജക്റ്റ് കുശലവന്മാരെന്നുള്ളത് അതിലെ കുശായ. അപ്പോൾ ഇന്ത്യയുടെ നെക്സ്റ്റ് ജനറേഷൻ എയർ ഡിഫൻസ് സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ പ്രോജക്റ്റിലാണ് ഇന്ത്യ ഇപ്പോൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കറിയാം പെട്ടെന്ന് നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കത്തില്ല. പക്ഷേ അത് ഇന്ത്യ സ്വായത്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു എന്താണ് പറയുന്നത് വിപ്ലവകരമായിട്ടുള്ള മാറ്റമായിരിക്കും അല്ലെങ്കിൽ വലിയൊരു നേട്ടമായിരിക്കും ഇന്ത്യക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് കുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എക്സ്റ്റെൻഡഡ് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ ERADS എന്ന് പറയും. അത് ഈ ഡിഫൻസ് റിസർച്ച് നമ്മുടെ DRDO ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അത് ഇന്ത്യൻ എയർഫോഴ്സിനും ഇന്ത്യൻ ആർമിക്കും വേണ്ടി ശരിക്കും ഉള്ളതാണ് ഈ പറഞ്ഞ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്നല്ല. ഇതിനെ നേരത്തെ XRSAM എന്നാണ് വിളിച്ചിരുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ശരിക്കുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പറഞ്ഞൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക നമ്മളുടെ സ്വന്തമായിട്ടുള്ളൊരു എയർ ഡിഫൻസ് സിസ്റ്റം അതിനെ പ്രോജക്റ്റ് കുഷ എന്നാണ് വിളിക്കുന്നത്. അത് നമുക്ക് ഒരു ലെയേർഡ് ആയിട്ടുള്ള പിന്നെ പ്രൊട്ടക്ഷൻ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ഏരിയൽ ത്രെഡ്സ് എന്ന് പറയുമ്പം ഡ്രോൺ ഉണ്ട്, ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്, ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്, മിസൈൽസ് ഉണ്ട്, ക്രൂയിസ് മിസൈൽസ് ഉണ്ട്, ISR പ്ലാറ്റ്ഫോംസ് എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് സർവലൻസ് റെക്കണൈസൻസ് എന്നുള്ള അർത്ഥത്തിലാണ് ISR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ പറഞ്ഞ പ്രോജക്റ്റ് നമുക്ക് പൂർണ്ണമായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റഷ്യയുടെ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ പ്രത്യേകിച്ച് നമുക്ക് ഇനി എയർ ഡിഫൻസ് സിസ്റ്റത്തിന് വേണ്ടി നമുക്ക് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ലോകത്തിൽ നമുക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയൊക്കെ തന്നെ വളരെ സുപ്പീരിയർ ആയിട്ടുള്ള ടെക്നോളജിയാണ്. അതിനകത്ത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും നമ്മളിൽ വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും. കാരണം അതൊക്കെ ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ധുവിലൊക്കെ നമ്മൾ ലോകത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂവ് ചെയ്ത് കാണിച്ചാണ്. അതുകൊണ്ട് അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 ഇയേഴ്സിനുള്ളിൽ നമ്മളെ ഈ ഒരു ഇക്കോസിസ്റ്റത്തിൻ്റെ മൊമെൻ്റം നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഈ നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ എന്താണ് നമുക്കിപ്പോഴൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ലോകത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു എന്താണ് പറയുന്നത് മെച്ചപ്പെട്ട അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യം ആയിട്ട് ഇന്ത്യ
മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ മാറുകയും ചെയ്യും. അടുത്തൊരു 10-15 വർഷത്തിനുള്ളിൽ ഉള്ള കാലയളവിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ഈ പ്രോജക്റ്റ് കുഷ എന്ന് പറയുന്നത് നമ്മളുടെ S-400 സിസ്റ്റം അല്ലെങ്കിൽ S-500 സിസ്റ്റത്തിൻ്റെ കോൺസെപ്ച്വലി സിമിലർ ആണ്. അതിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ ടെക്നോളജിക്കൽ ആ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ തന്നെ വെച്ചുകൊണ്ടാണ് നമുക്ക്, കാരണം ഏതെങ്കിലും ഒന്നിനെ റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് നമുക്ക് എന്തും നമുക്ക് ഫർദറായിട്ട് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ S-400 അല്ലെങ്കിൽ S-500ൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പാരാമീറ്റേഴ്സ് ഒക്കെ തന്നെ, അല്ലെങ്കിൽ അത് നിർമ്മിച്ച അതേ ഒരു ആശയത്തിൽ ഐഡിയയുടെ അല്ലെങ്കിൽ കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ലെയറായിട്ടായിരിക്കും, 3 മിസൈൽ വേരിയൻസ് ആയിട്ടായിരിക്കും ഇത് നിർമ്മിക്കപ്പെടുന്നത്. അതായത് MK1 എന്ന് പറയും, MK2 എന്ന് പറയും, MK3 എന്ന് പറയും. മൊത്തം ഇതിൻ്റെ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ ആണ് ഇതിൻ്റെ റേഞ്ച് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ. MK1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 മുതൽ 60 കിലോമീറ്റർ വരെ റേഞ്ചിൽ. MK2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതിനും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള റേഞ്ചാണ്. പിന്നെ MK3 എന്ന് പറയുമ്പോൾ ഏറ്റവും അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോപ്പ് ലെയറാണ്. അത് ഏകദേശം ഈ പറഞ്ഞ 250 അല്ലെങ്കിൽ മുതൽ 400 കിലോമീറ്റർ വരെ ഉള്ള റേഞ്ചിലാണ് അതിനെ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മീഡിയം റേഞ്ച്, ഷോർട്ട് റേഞ്ചാണ് MK1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. MK2 എന്ന് പറഞ്ഞാൽ മീഡിയം റേഞ്ചും MK3 എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ചുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ MK3 വേരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MK1 കോറിൻ്റെ പിന്നെ MK1 കോർ വേരിയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും MK3 MK2. കാരണം അത് നമുക്കറിയില്ല, ഫേസ് ആയിട്ടുള്ള ഇപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതൊരു എവല്യൂഷൻ പോലാണ് ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ ഷോർട്ട് റേഞ്ച് നിർമ്മിച്ചു, പിന്നെ അതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ മീഡിയം റേഞ്ച്, പിന്നെ അതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ലോങ് റേഞ്ച് നിർമ്മിക്കാൻ സാധിക്കുന്നത്. കാരണം ഗ്രാജുവൽ ആയിട്ടുള്ള പ്രോഗ്രസ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് DRDO ആണ് ഇതിനകത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ DRDO പറയുന്നത് ഈ സിസ്റ്റം പിന്നെ ഒരു ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ഉള്ള എയർ ഡിഫൻസ് സിസ്റ്റമായിട്ട് ഏകദേശം 2030 അല്ലെങ്കിൽ 2030 കൂടി നമ്മുടെ സേനയ്ക്ക് ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ 2030 എന്നുള്ളത് നമുക്കത്ര ഫീസിബിൾ ആണോ നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ തന്നെ 2026 പക്ഷേ നമ്മൾ സാധാരണക്കാർ അറിയുന്നില്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. എത്രയോ ആൾക്കാർ ഇതിനു വേണ്ടി ഇല്ല നമ്മുടെ രാജ്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് ഡിസൈൻ ചെയ്യണം, മാനുഫാക്ചർ ചെയ്യണം, പിന്നെ ടെസ്റ്റ് ചെയ്യണം, വീണ്ടും ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് ഈ സേനയ്ക്ക് ഇത് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുമല്ലോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിനൊക്കെ ഒത്തിരി കാലതാമസം എടുക്കും. ടെക്നോളജി മാറും. നമുക്ക് ഇതിനകത്തിലേക്ക് ലോകത്ത് ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് മാനുഫാക്ചർ വരുമ്പോഴത്തേക്ക് ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിൽ ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനകത്തിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ടൈം എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ ഡിഫൻസ് ക്രിട്ടിക്കലായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഈ സിസ്റ്റമൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ, മാനുഫാക്ചർ ചെയ്യുമ്പോൾ, അതിനകത്തിൽ നമുക്ക് വെയിറ്റ് ആൻഡ് സീ പോളിസി, കാത്തിരുന്ന് നമുക്ക് കാണാം എന്നുള്ളൊരു പോളിസി വരത്തില്ല. കാരണം ലോകത്ത് മറ്റ് പല രാജ്യങ്ങളും ഇതിനേക്കാളിൽ പെട്ടെന്ന് തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സിസ്റ്റമൊക്കെ നമ്മൾ കാത്തിരുന്ന് ടൈം എടുത്തു കഴിഞ്ഞാൽ ഇത് ഔട്ട് ഓഫ് ഡേറ്റ് ആകുകയും അല്ലെങ്കിൽ പഴഞ്ഞിനാകുകയും ചെയ്യും. പിന്നെ വീണ്ടും നമുക്കിതിനകത്തിൽ കൂടുതൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്തുകയും കൂടുതൽ സമയം നമുക്ക് ചിലവഴിക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും 2030 ഇത് നിർമ്മിച്ച് നമ്മൾ പൂർണ്ണമായിട്ടും സേനയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് DRDO പറയുന്നത്. ഇപ്പോൾ എയർഫോഴ്സിനും ആർമിക്കും വേണ്ടിയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. എയർഫോഴ്സ് ഇപ്പോൾ S-400 ആണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ അതിൻ്റെ മാസീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വിജയം അല്ലെങ്കിൽ ഉപയോഗം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ആ സിസ്റ്റത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് നമുക്ക് തീർച്ചയായിട്ടും ക്രെഡിബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മുടെ ഈ ആഭ്യന്തരമായിട്ട് തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിക്കുന്ന ഈ കുഷ് പ്രോഗ്രാമും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഈ S-400 ഒക്കെ വിജയം അല്ലെങ്കിൽ അതിൻ്റെ പ്രാഗൽഭ്യം ആണ് നമ്മളെ കൂടുതൽ സ്വന്തമായിട്ട് തദ്ദേശീയമായിട്ട് ഇങ്ങനെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലേക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഈ MK1 എന്ന് പറയുന്ന പ്രൈമറി സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് റേഞ്ച് സ്റ്റേജ് 2028 ആകുമ്പോഴത്തേക്ക് ഓപ്പറേഷണൽ ഇൻഡക്ഷൻ എന്ന് വെച്ചാൽ സേനയിലേക്ക് അത് കൊടുക്കുവാൻ അല്ലെങ്കിൽ സേനയ്ക്ക് അത് ലഭ്യമാകുന്ന രീതിയിലേക്ക് ആണ് DRDO അവരുടെ ടൈം ലൈൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ MK2ൻ്റെയും MK3യുടെയും ട്രയൽസ് ഈ MK1 സക്സസ്ഫുള്ളായിട്ട് നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതിനെ
പിന്തുടർന്ന് അതിൻ്റെ ഗ്രാജുവേഷനായിട്ട് മാത്രമേ MK2ഉം അതിനുശേഷം മാത്രമേ MK3യും നമുക്ക് എന്താണ് പറയുന്നത് നിർമ്മിക്കാനോ അല്ലെങ്കിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ MK1 ആണ് ആദ്യം ഷോർട്ട് റേഞ്ച്, പിന്നെ അത് കഴിഞ്ഞ് MK2 മീഡിയം റേഞ്ച്, പിന്നെ അതിനുശേഷം MK3. അപ്പോൾ MK1 സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് MK2യിലേക്കും അതിനുശേഷം MK3യിലേക്കും പോകുന്നതാണ് DRDO പറയുന്നത്. ഈ പറഞ്ഞ സിസ്റ്റം നമുക്ക് ഫുള്ളി ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ കഴിയുമ്പോൾ അല്ലെങ്കിൽ കഴിയും തീർച്ചയായിട്ടും. അങ്ങനെ ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം നമ്മുടെ ഒരു പക്ഷേ ലോകത്ത് ലഭ്യമായിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഒരു എയർ ഡിഫൻസ് സിസ്റ്റമായി മാറും. അത് ഇന്ത്യയെ സംബന്ധിച്ച്, നമ്മളെ സംബന്ധിച്ച്, നമ്മളുടെ ഈ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ചൈന, ഈ പറഞ്ഞ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ഏരിയൽ ത്രെഡ്സ് അല്ലെങ്കിൽ എയർബോൺ ത്രെഡ്സ്, നമുക്ക് എയർബോൺ ത്രെഡ്സ് എന്ന് പറയുമ്പം അതിൽ ഡ്രോൺ അറ്റാക്ക് വരാം, മിസൈൽ അറ്റാക്ക് ഉണ്ട്, ക്രൂയിസ് മിസൈല്, പിന്നെ ബാലിസ്റ്റിക് മിസൈല്, ഹൈപ്പർസോണിക് മിസൈല്, ഫൈറ്റർ ജെറ്റ്സ്, ഹെലികോപ്റ്റേഴ്സ്, ഇതെല്ലാം ഏരിയൽ അറ്റാക്കിൽ പെടുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഫലപ്രദമായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും ന്യൂട്രലൈസ് ചെയ്യാനും സാധിക്കും. അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ മറുഭാഗത്തു നിന്നുള്ള ഒരു ഏരിയൽ ത്രെട്ടും നമ്മുടെ രാജ്യത്തിന് അതൊരു ഡാമേജ് ഉണ്ടാക്കി വെക്കുന്ന തരത്തിലേക്ക് പോകത്തില്ല. ഇങ്ങനൊരു കംപ്ലീറ്റ് ഫുൾ സ്പെക്ട്രം ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ, ഈ പ്രീവിയസ് ഇപ്പം നമ്മുടെ ആകാശ് മിസൈൽ സിസ്റ്റം ഉണ്ട്, പക്ഷെ അത് പൂർണ്ണമായിട്ടും വിചാരിച്ചത്ര രീതിയിൽ നമുക്കിതിനെ ഇൻഡക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ അപ്ഗ്രഡേഷനൊക്കെ തന്നെ പിന്നെ നടക്കുകയാണ്. അത് 2021 നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്തത്, പക്ഷേ ഇപ്പോഴും ഓപ്പറേഷണലി ഇൻഡക്റ്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് 2010 ഈ പറഞ്ഞ പ്രോഗ്രാം, ആകാശ് മിസൈൽ പ്രോഗ്രാം ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ശരിക്കും പറഞ്ഞത്. അത് നമ്മൾ പ്രൊപ്പോസ് ചെയ്തത് 18 മാസത്തെ പ്രോജക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷേ കാര്യമായിട്ട് അതിനെ നമുക്ക് അതിനെ സക്സസ്ഫുൾ ആക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടെ ഈ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അത് നമ്മളെ അറിയിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വരുന്ന സിഗ്നൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചലഞ്ചസ് ആണ്. ഇങ്ങനൊരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ടെക്നോളജി വളരെ അത്യാധുനികമായിട്ടുള്ള ടെക്നോളജിയാണ് ഇതിനകത്തിൽ ഉപയോഗിക്കേണ്ടത്. അഡ്വാൻസ്ഡ് മിസൈൽ സിസ്റ്റം, അതായത് ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ. അഡ്വാൻസ് മിസൈൽ സിസ്റ്റം അതിൻ്റെ കോൺസെപ്ച്വൽ സ്റ്റേജ് മുതൽ ഓപ്പറേഷണൽ ഡിപ്ലോയ്മെൻറ്റ് വരെയുള്ള പിന്നെ ഒരു എന്താണ് പറയുന്നത് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആണ്. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ടെക്നോളജിക്കലി വളരെ ഒരു എന്താണ് പറയുന്നത് വളരെ വളരെ സങ്കീർണമായിട്ടുള്ള ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു ഈസി ടാസ്ക് അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ. ഇത് ടെക്നോളജിക്കലി അംബീഷ്യസ് ആണ് ഇന്ത്യയെ സംബന്ധിച്ച്. കാരണം ഇതിൻ്റെ ഈ ഓപ്പറേഷണൽ റിയാലിറ്റീസ് അവർ പറഞ്ഞ 2030 പോകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം ഈ പറഞ്ഞ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത് നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യം നമുക്കത് സക്സസ്ഫുള്ളായിട്ട് അക്കംപ്ലീഷ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ടൈം പീരീഡ് ആണ് വിഷയം എന്ന് പറഞ്ഞാൽ. കാരണം ഇങ്ങനെ ഒരു ലോങ് റേഞ്ച് ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റർ പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പം ശത്രു രാജ്യത്തു നിന്നുള്ള എല്ലാത്തരം ഏരിയൽ അറ്റാക്കിനെയും ഇത് ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്വം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഭയാനകം എന്ന് പറയാൻ പറ്റുന്ന ശത്രു രാജ്യത്തു നിന്നുള്ള അറ്റാക്ക് എന്നുള്ള ഹൈപ്പർസോണിക് മിസൈൽ ത്രെട്ടുകളാണ്. അപ്പോൾ ഹൈപ്പർസോണിക് ത്രെട്ടിനെ വരെ നമുക്ക് ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാൻ ഈ സിസ്റ്റത്തിന് കഴിയണം. അപ്പോൾ അത് കഴിയണമെങ്കിൽ ഏകദേശം S-500 അതിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. കാരണം ലോകത്തിലിപ്പോൾ പിന്നെ നിലവിലുള്ള ഏറ്റവും വലിയ മിസൈൽ ഏരിയൽ ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഹൈപ്പർസോണിക് മിസൈലിൻ്റെ ആണ്. ഇപ്പോൾ ശത്രുവിന് ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം പാകിസ്ഥാന് അല്ലെങ്കിൽ ചൈനയ്ക്കൊക്കെ ഹൈപ്പർസോണിക് മിസൈൽ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ എന്താണ് പറയുന്നത് കാര്യമായിട്ടുള്ള എന്താണ് പറയുന്നത് ശ്രദ്ധയും അല്ലെങ്കിൽ കരുതലും നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ അത് വലിയ ഡാമേജ് യുദ്ധ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള ഹൈപ്പർസോണിക് മിസൈൽ അറ്റാക്ക് നമുക്ക് അത് തടുക്കാൻ കഴിയത്തില്ല, അതിന് ശേഷിയുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഇല്ലെങ്കിൽ. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് കഴിയുന്ന ഒരു തരത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ആയിരിക്കണം. അപ്പോൾ S-500 ടെക്നോളജിക്കൽ ഫീച്ചേഴ്സിനെ പോലും
പിന്നെ കടത്തി വെട്ടുന്ന തരത്തിലുള്ള ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മളുടെ ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കേണ്ടത്. അപ്പം അതിന് ഇന്ത്യക്കെതിരെ ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷണലായിട്ടുള്ള ഒരു വെപ്പൺ സിസ്റ്റം നമുക്കില്ല ഇപ്പോൾ. നമ്മളതിൻ്റെ ഡെവലപ്മെൻറ്റിലാണ് ഇപ്പോഴും ആ ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു സിസ്റ്റത്തിലേക്ക്, എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ചെന്നെത്തുവാൻ സാധിക്കത്തുള്ളൂ എന്നാണ് അതിൻ്റെ ടെക്നോളജിക്കൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏകദേശം 2030 നമ്മൾ ഈ പ്രോജക്റ്റ് കുഷ അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മിസൈൽ ടെക്നോളജിയിൽ പ്രത്യേകിച്ച് ഹൈപ്പർ സോണിക് മിസൈൽ ടെക്നോളജി വരെയുള്ള ടെക്നോളജിയിൽ നമുക്ക് നല്ല പുരോഗതി അല്ലെങ്കിൽ നല്ല അഡ്വാൻസ്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, നേടിയെടുക്കുക എന്നുള്ളത് അത് തന്നെ ഉണ്ടാക്കിയെടുക്കാതെ മാത്രമല്ല, ഇത് നമ്മുടെ സേനയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയായിട്ട് ഇത് ഉണ്ടാക്കി ചുമ്മാ അവർ കൊടുക്കുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊന്നും എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല, അത്രയ്ക്കുള്ള ടെക്നിക്കൽ നോളജ് ഒന്നുമില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ആയുധം ഉണ്ടാക്കി ചുമ്മാ സേനയ്ക്കാൻ കൊടുക്കുമല്ല. കാരണം ഇതിനെ ഈ ടെക്നോളജിക്കൽ ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് അതിനേക്കാളും വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ പ്രയാസമേറിയ ഒരു ഭാഗമാണ്. അപ്പം ഹൈപ്പർസോണിക് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ സിസ്റ്റം ഉണ്ടാക്കുക, അതിനെ സേനയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പം ഇതൊക്കെ നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ നേടിയെടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു നേട്ടമായിട്ടാണ് നമുക്കിതിനെ കാണുവാൻ കഴിയാൻ സാധിക്കുന്നതാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനൊരു, കാരണം നമുക്കറിയാം ഏതൊരു ടെക്നോളജിക്കൽ പിന്നെ സക്സസ്സും ഏത് രാജ്യത്തിനെ സംബന്ധിച്ചായാലും പ്രത്യേകിച്ച് നമുക്ക് ഏത് മേഖലയിൽ ഇപ്പം മിലിറ്ററി സെക്ടറിലായാലും സിവിലിയൻ സെക്ടറിലായാലും ശരി, നമ്മളൊരു മേജറായിട്ടുള്ള ടെക്നോളജിക്കൽ എന്താണ് പറയുന്നത് ഒരു അഡ്വാൻസ് നമുക്കൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റ് അതിൻ്റെ ഫർദറായിട്ടുള്ള അടുത്ത ഇല്ലേ നമുക്ക് അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കാരണം ഒന്നിൻ്റെ ചുവട് പിടിച്ചായിരിക്കുമല്ലോ പിന്നീട് മുമ്പോട്ടുള്ള അതിൻ്റെ പ്രയാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനൊരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇനിയും വിദേശ രാജ്യങ്ങളെ നമുക്ക് ഫോറിൻ സിസ്റ്റത്തെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് റഷ്യ പോലുള്ള രാജ്യത്ത് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇങ്ങനൊരു മേജർ അച്ചീവ്മെൻറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് മറ്റ് പല മേഖലകളിലേക്കും നമുക്കിതിനെ വ്യാപിപ്പിക്കാനും കഴിയും നമുക്കതിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞൊരു എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ അക്കംപ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ പൂർത്തീകരണം നമ്മളെ സംബന്ധിച്ച് വലിയൊരു റവല്യൂഷണറി ആയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. അത് ഇന്ത്യയെ പല രീതിയിലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെയും പ്രതിരോധ മേഖലയൊക്കെ തന്നെ സഹായിക്കും, അല്ലെങ്കിൽ നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിനും ഇന്ത്യൻ ആർമിക്കും വേണ്ടിയാണ് ഈ പറഞ്ഞ എയർ ഡിഫൻസ് സിസ്റ്റം ഇതിപ്പോൾ ഈ പ്രോജക്റ്റ് കുഷ. അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ച് ഒരു ഓപ്പറേഷണൽ എയർ ഡിഫൻസ് വളരെ അത്യാവശ്യമാണ്. S-400 ആണ് ഇപ്പോൾ ആ ഒരു റോള് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഫോറിൻ സിസ്റ്റം ആയതുകൊണ്ട് എന്നേക്കും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കാതെ എന്നും ഇതുപോലുള്ള ഫോറിൻ സിസ്റ്റത്തെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, ഇത് മാത്രമല്ല ഇപ്പോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയാലും ഡ്രോണുകളായാലും മിസൈൽ സിസ്റ്റംസ് ആയാലും ഹൈപ്പർസോണിക് മിസൈൽ സിസ്റ്റംസ് ആയാലും അല്ലെങ്കിൽ ഷിപ്പിൻ്റെ കാര്യത്തിൽ സബ്മറൈൻസ് ആയാലും എയർക്രാഫ്റ്റ് കാരായാലും ഒക്കെ തന്നെ നമ്മൾ സ്വന്തമായി നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ പല മേഖലകളിലും നമ്മൾ എന്താണ് സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു. എയർക്രാഫ്റ്റ് കാരൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെയുള്ള രാജ്യമായിട്ട് നമ്മൾ ലോകത്തിലെ വളരെ ചുരുക്കം രാജ്യങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ക്രൂഷ്യലായിട്ടുള്ള നേട്ടങ്ങൾ ഈ മേഖലയിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് സെൽഫ് റിലയൻസ് നമുക്ക് എന്നുവെച്ചാൽ സ്വയം പര്യാപ്തത നേടുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയത്തില്ല ലോക ജിയോപൊളിറ്റിക്സിൽ വരാൻ ഇനിയും ഉണ്ടാകാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ചും അത് നമ്മൾ തീർച്ചയായിട്ടും വിദേശ രാജ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന ബുദ്ധിമുട്ടുകളും സങ്കീർണതകളും ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെ സ്വന്തം ടെക്നോളജി നമ്മൾ നിർമ്മിക്കുക, ഉണ്ടാക്കുക, അത് നമ്മൾ സ്വന്തം ആയുധങ്ങളും അല്ലെങ്കിൽ സ്വന്തം വെപ്പൺ സിസ്റ്റംസും ഒക്കെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ
അക്കാര്യത്തിൽ വളരെ പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഈ മിസൈൽ ഡിഫൻസ് സിസ്റ്റം 2030 35 നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരിക്കും. അതിനുശേഷം നമ്മുടെ തീർച്ചയായിട്ടും ഈ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള ഏത് തരത്തിലുള്ള ഏരിയൽ അറ്റാക്കിനെയും ത്രെഡ്സിനെയും നമുക്ക് ഫലപ്രദമായിട്ട് എന്താണ് പറയുന്നത് പ്രതിരോധിക്കാനും ന്യൂട്രലൈസ് ചെയ്യാനും ഇന്റർസെപ്റ്റ് ചെയ്യാനും കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുന്നു. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ